പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണം നടി മിനു മുനീർ ഉന്നയിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോട് അവർ തുറന്നു പറയുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ മാധ്യമങ്ങളോടും അതേ വിഷയങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണമുള്ളത്. മാത്രമല്ല അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മയോട് ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഈ സീനിയേഴ്സിനെ ഈ തലപ്പത്ത് നിന്നൊക്കെ മാറ്റണം എന്നുള്ളൊരാവശ്യമാണ് പ്രധാനമായും മിനു മുനീർ ഉന്നയിച്ചത്. മാത്രമല്ല മുൻപും ഇതേക്കുറിച്ച് പരാതികളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ആരും നടപടിയെടുത്തില്ല. 2013 ഒരു മാധ്യമത്തിൽ ഇത്തരത്തിലൊരു ലേഖനം തന്നെ വന്നിരുന്നു. അപ്പോൾ പോലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇപ്പോൾ ഒരുപാട് പേർ, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് പേർ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ നേരിട്ടതുമായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിൽ നടത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് താനും ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തുന്നത് എന്നാണല്ലോ അവർ പറഞ്ഞത്. കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഫേസ്ബുക്കിൽ മിനു മുനീർ ഇത്തരമൊരു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തത്. പ്രമുഖ നടന്മാരായിട്ടുള്ള മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ഈ തന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള ആരോപണം മിനു മുനീർ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ടുള്ള നോബിൾ വിച്ചു എന്നിവരും തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിച്ചു എന്ന് പറയുന്നത്. 2013 കാലഘട്ടത്തിൽ ഈ നടന്മാരോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ വന്ന വേളയിലാണ് തന്നെ കടന്നു പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് മിനു മുനീർ മാധ്യമങ്ങളോട് അല്പസമയം മുൻപ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ജയസൂര്യ തന്നെ വന്ന് കടന്നു പിടിക്കുകയും പിറകുവശത്തുകൂടി വന്ന് കടന്നു പിടിച്ചുകൊണ്ട് ചുംബിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് മിനു മുനീർ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കലണ്ടർ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുകേഷ് വളരെ വലിയ രീതിയിൽ മോശമായി പെരുമാറി. മാത്രവുമല്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരാൻ അനുവദിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും വാഗ്ദാനങ്ങളും മുകേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇടവേള ബാബുവും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തന്നോട് ആവശ്യപ്പെട്ടത്. മണിയമ്പിള്ള രാജുവിനോടൊപ്പം ഭാര്യയായിട്ട് ഒരു സിനിമയിൽ ഇവർ അഭിനയിച്ചിരുന്നു. ഈ അഭിനയത്തിന് പുറമെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു മണിയമ്പിള്ള രാജു മിനു മുനീറിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ പിന്നീട് ഈ അഡ്ജസ്റ്റ്മെന്റിന് താൻ തയ്യാറാകാത്ത പക്ഷം പല സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നും ഇവർ പറയുന്നുണ്ട്. പിന്നീട് മലയാള സിനിമ അപ്പാടെ ഉപേക്ഷിച്ചുകൊണ്ട് തമിഴിലേക്ക് മാറേണ്ടി വന്നു. അത് തനിക്ക് അഡ്ജസ്റ്റ്മെന്റ്, അതായത് കിടക്ക് പങ്കിടാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് താൻ അത്തരത്തിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്പാടെ ഉപേക്ഷിച്ചുകൊണ്ട് തമിഴിലേക്ക് ചേക്കേറിയതെന്നും ഇവർ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച്, അതായത് അമ്മയിൽ അംഗത്വം എടുക്കുന്ന സമയത്ത് താൻ ഇടവേള ബാബുവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇടവേള ബാബു പറഞ്ഞത് അമ്മയിൽ അംഗത്വമൊക്കെ എടുത്തു തരാം, പക്ഷേ ഇത്തരത്തിൽ തനിക്ക് വഴങ്ങണമെന്നുള്ള ഒരു നിലപാട് ഇടവേള ബാബു മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പിന്നീട് അത് അമ്മയുടെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം പരിശോധിച്ചപ്പോൾ തനിക്ക് ദുരനുഭവങ്ങൾ നേരിട്ട നടന്മാരൊക്കെ തന്നെയാണ് ആ കമ്മിറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയിൽ അംഗത്വം തനിക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു സാമാന്യ ബോധത്തോടുകൂടി താൻ അത് മനസ്സിലാക്കി പിന്മാറുകയായിരുന്നുവെന്നും മുനീർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും മിനു മുനീർ നിലവിൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ പ്രമുഖ നടന്മാർക്കെതിരെയാണ്. ഇത് സംബന്ധിച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മിനു പറഞ്ഞിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും ഈ താരസംഘടനകൾ പോലും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് തുറന്നു പറച്ചിൽ. മാത്രമല്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.